ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയും ഒരു ഓൺ വോയിസ് വീഡിയോ ആണ്. എനിക്ക് വളരെ റാൻഡമായിട്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഐ വിഷ് ടു ടോക്ക് അബൌട്ട് സം ടോപ്പിക്സ് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ എന്തെങ്കിലും ആവട്ടെ, എനിത്തിങ്. ലാസ്റ്റ് ടൈം ഐ ജസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് ദി സോ കോൾഡ് ഡിപ്രഷൻ. അപ്പോൾ ഐ വാസ് ജസ്റ്റ് സിറ്റിങ് ആൻഡ് ലൈക്ക് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ചെയ്താലോ, ഇഫ് ലൈക്ക് എന്തിനെങ്കിലും പറ്റിയിട്ട് ഐ വിഷ് ടു ഡു എ വീഡിയോ. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ടോക്ക് അബൌട്ട് എ വെരി കോമൺ തിങ്, അതൊരു ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ വെരി കോമൺ ഡേ ടു ഡേ നമ്മൾ പറയണ ഒരു കാര്യമാണ്. ഇറ്റ്സ് കോൾഡ് ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്, എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ എന്തായാലും കോമൺ ആയി അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. സോ ഇന്നത്തെ ടോപ്പിക്ക് അതാണ്. എന്താണ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഹൈലി റിലേറ്റബിൾ ടു സോ മെനി പീപ്പിൾ അറൗണ്ട് മീ. ബിക്കോസ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ദ പീപ്പിൾ ഐ ടോക്ക് ടു, ഐ സ്പീക്ക് ടു ആൻഡ് ഐ ഹിയർ ഫ്രം ദം, എവറിത്തിങ് ഇസ് ലൈക്ക് ഇറ്റ്സ് ഹൈലി റിലേറ്റബിൾ ടു മീ. സോ വാട്ട് ഐ സേ വിൽ ബി ഹൈലി റിലേറ്റബിൾ ടു ദം ഓൾസോ. സോ ഐ ഹോപ്പ് ലൈക്ക് അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ് പലതരം ഫ്രണ്ട്ഷിപ്പുണ്ട്. ഇറ്റ് ക്യാൻ ബി എ ഗേൾ ഫ്രണ്ട്ഷിപ്പ്, ഗേൾസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ബോയ്സ് ആവാം. അങ്ങനെ കുറേ തരം ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്നെ സംബന്ധിച്ച് ഐ എം എ പേഴ്സൺ ഹു സിൻസിയർലി വാല്യൂ എ ഫ്രണ്ട് ഓർ എ ഫ്രണ്ട്ഷിപ്പ്. ബിക്കോസ് അത് കാരണം ഒരുപാട് കഷ്ടപ്പെടും, ഐ സഫേർഡ് എ ലോട്ട് ഡ്യൂ ടു ദിസ് ക്യാരക്ടർ. കാരണം എനിക്ക് എപ്പോഴും ഫ്രം മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ സ്കൂൾ ഡേയ്സ് തൊട്ടേ എനിക്കെൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഐ എം റെഡി ടു ഡു എനിത്തിങ് ഫോർ ദം ആൻഡ് ഐ വാല്യൂ ദം എ ലോട്ട്. ആൻഡ് ഞാൻ പല കാര്യങ്ങളും അവർക്ക് നല്ലതായിട്ട് അവരുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഇറ്റ്സ് ലൈക്ക് അത് ഉൾട്ടയായിട്ട് വന്ന് എന്നെ തന്നെ തിരിച്ചടിക്കും. ആൻഡ് അത് എനിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു കുറേ മീൻസ് വിരലിലുണ്ടാവുന്നതല്ല, ഇഷ്ടംപോലെ ഇൻസിഡൻസ് ഇറ്റ് ഹാപ്പൻ ടു മീ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. സോ എനിക്കത് വളരെയധികം ലൈക്ക് യൂസ്ഡ് ടു ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം ഇതിൻ്റെയൊക്കെ റീസൺസ് ഞാൻ പറയാം. നമ്മളെപ്പോലെ ചിലവർ ഐ എം വെരി സിൻസിയർ ഇൻ ടു മൈ ഫ്രണ്ട്സ് ആൻഡ് ഇൻ ടു മൈ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഐ എം വെരി സിൻസിയർ വിത്ത് മൈ ഫ്രണ്ട്സ് ടു. അവർക്ക് വേണ്ടി എന്തും ചെയ്യണം. ഐ വോണ്ട് ദം ടു ബി ഹാപ്പി ആൻഡ് ഐ ലൈക്ക് അത്രയ്ക്കും അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ആൻഡ് ഐ തിങ്ക് സോ മെനി പീപ്പിൾ ആർ ലൈക്ക് ദിസ്. ഒരുപാട് പേര് ഇങ്ങനെയുള്ളവരെ ഐ പേഴ്സണലി നോ ആൻഡ് സോ മെനി പീപ്പിൾ ആർ ദെയർ ലൈക്ക് ദിസ്. ചിലരുണ്ട് ഡോണ്ട് കെയർ ആയിട്ട്, ലൈക്ക് ദേ വിൽ ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ഓക്കെ. നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ ഫ്രം ലൈക്ക് സ്കൂൾ ലൈഫാണെങ്കിൽ ടിൽ 10th വി ഹാവ് വൺ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് 11th and 12th വി ഹാവ് അനദർ സെറ്റ്. ചിലപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നവർ കാണും. ദെൻ വി ഗോ ടു കോളേജ് വി ഹാവ് അനദർ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് വെൻ വി ഡു PG അനദർ. ലൈക്ക് ഇറ്റ് ഗോസ് ഓൺ, ലൈക്ക് ഇറ്റ് ചേഞ്ചസ്. ആൻഡ് സം പീപ്പിൾ ഹാവ് എ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്ഷിപ്സ് ത്രൂ ഔട്ട്. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ബട്ട് ഐ തിങ്ക് ഒരുപാട് പേര് ദ പീപ്പിൾ ഐ നോ ലൈക്ക് അവർക്കൊക്കെ ഇതുപോലെ കുറേ ഇതുണ്ട്. ലൈക്ക് അവരൊക്കെ ഒരുപാട് ഇൻറ്റു ഫ്രണ്ട്ഷിപ്സ് ആവും, അവസാനം ദേ ഗെറ്റ് ഹേർട്ട് ഈസിലി. യു നോ, ദ പീപ്പിൾ ഹൂ സിൻസിയർലി പുട്ട് ദെയർ എഫേർട്ട് ഇൻ ടു സംതിങ് ആർ ദ മോസ്റ്റ് or the like what you call അവരാണ് ഏറ്റവും കൂടുതൽ the people who gets hurt the most. That's the true fact, the true reality. So എനിക്കാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളൊരു ഫ്രണ്ട് ഫോർ മീ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ പേഴ്സൺ ഹു ഇസ് ദെയർ ഫോർ എനിത്തിങ്. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതും ലൈക്ക് എന്ത് കാര്യം കേൾക്കാനും ഒരു കണ്ടീഷൻസും വെക്കാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ആവശ്യത്തിനായിട്ട്, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് പറയാനുള്ളത് കേൾക്കാനും ഒരു കണ്ടീഷൻസും ഒരു എഗ്രിമെൻറ്റും ഒരു ഇതും വെക്കാണ്ട് ഉള്ള ഒരാളിനെയാണ് ഞാനൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വെൻ എന്താ പറയുക, പീപ്പിൾ ട്രൈ ടു കീപ് കണ്ടീഷൻസ് ആൻഡ് കീപ് എഗ്രിമെൻറ്റ്സ് ഇൻ ടു ദിസ് റിലേഷൻഷിപ്പ് ഓർ ലൈക്ക് ദിസ് ഫ്രണ്ട്ഷിപ്പ്, അപ്പോഴാണ് ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. അതാണ് ഒരു ബേസിക് ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൽ ഇളക്കം തട്ടാനുള്ളൊരു കാരണം. ഏതെങ്കിലും ഒരാൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇടാനോ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ സിൻസിയറായിട്ട് നിൽക്കുമ്പോൾ
ആ സിൻസിയറായിട്ട് നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും ദ വൺ ഹൂ ഇസ് ഗെറ്റിംഗ് ഹേർട്ട് എ ലോട്ട്, ബട്ട് ദി അതർ പേഴ്സൺ ഹി ഓർ ഷീ ജസ്റ്റ് മൂവ് ഓൺ വെരി ക്വിക്ക്ലി. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക ബേസിക് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എൻ്റെ ചെറുതിൽ എൻ്റെ സ്കൂൾ ലൈഫ് തൊട്ടേ ഐ വാസ് ലൈക്ക് ടു മച്ച് ഇൻ ടു ഫ്രണ്ട്ഷിപ്സ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ അറ്റ് ലാസ്റ്റ് എവ്രിബഡി വാസ് ലൈക്ക് ഗോൺ. അങ്ങനെ ഒരു 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 ഇതായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരുപാട് പേരെ എനിക്ക് നല്ല രീതിക്ക് ഐ ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്. ബിക്കോസ് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോഴേക്കും ഇറ്റ് ഗ്രാജുവലി ബിൽഡ്സ്, ലൈക്ക് അത് ഗ്രാജുവലി ഉണ്ടാവുന്നൊരു കാര്യമാണ് ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ യു നോ വൺ തിങ്, ലൈക്ക് ഇതൊക്കെ നടന്നതുകൊണ്ട് ഐ എം വെരി വെരി സ്ട്രോങ് റൈറ്റ് നൗ. ലൈക്ക് ഇതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമേ അല്ല. ബിക്കോസ് ഇപ്പോൾ ലൈക്ക് എൻ്റെ ലൈഫിലെ ഓരോ സ്റ്റേജസിലും ഓരോ കൈൻഡ് ഓഫ് എന്തെങ്കിലും കാണും. ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഇവിടേക്ക് ഉണ്ടായിരുന്നു. സ്കൂളിലുണ്ടായിരുന്നു, 11th and 12th ഇരുന്നുണ്ടായിരുന്നു, കോളേജ് ലൈഫിലാണെങ്കിലും there was a problem. And like when I come to PG also, like everywhere there are problems. Like problem is a part of life. പണ്ടൊക്കെ എനിക്ക് പ്രോബ്ലംസ് വരുമ്പോൾ യുനോ നമുക്കൊരു ഭയങ്കര ഒരു ഫേസ് ചെയ്യാനായിട്ടൊരു ഡിഫിക്കൽട്ടി തോന്നുമായിരുന്നു. ബിക്കോസ് നമ്മളത് പഠിച്ചു വരുന്നതേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് പിന്നീടാണ് ഒരു റിയലൈസേഷൻ ഉണ്ടായത്, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. വി ഹാവ് ടു ഫേസ് ദിസ് തിങ്സ്, വി ഹാവ് ടു മൂവ് ഓൺ. ഇതൊക്കെ എന്ന് മനസ്സിലായപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്ന് മനസ്സിലായപ്പോൾ ഇറ്റ് വാസ് വെരി ഈസി. വെരി ഈസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വിഷമങ്ങളും അതൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമുണ്ട്. കാരണം നമ്മൾ ഒരു മിസ്റ്റേക്കോ ഒരു തെറ്റോ ചെയ്യാണ്ട് നമ്മൾ തന്നെ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി പെയിൻഫുൾ ഫോർ എവ്രിബഡി. ആൻഡ് ഐ തിങ്ക് ഐ എം ഡാം ഷുവർ ദറ്റ് so many people can relate to this what I'm saying right now. ബിക്കോസ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച് നമ്മുടെ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചെന്ന് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളെപ്പറ്റി പറയും, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദി മോസ്റ്റ് പെയിൻഫുൾ തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ ഇൻ ദിസ് വേൾഡ്. സോ ഐ എം ഡാം ഷുവർ ദാറ്റ് സോ മെനി പീപ്പിൾ ക്യാൻ റിലേറ്റ് ദിസ് തിങ്. ഓക്കെ, ബട്ട് യു നോ എവറിത്തിങ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് യു ക്യാൻ ഫേസ് ദിസ് വിത്ത് എ സ്മൈൽ. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ ഓൾസോ. അപ്പോൾ എനിക്കിതൊന്നും പറയണം. ഞാനിത് ആക്ച്വലി എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പം ഐ യൂസ് ടു ടെൽ ഇറ്റ്സ് ജസ്റ്റ് ദി എക്സ്പീരിയൻസ് ദറ്റ് ഐ ഹാവ് ഫേസ്ഡ് ഇൻ മൈ ലൈഫ്. എനിക്കത് മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് സോ മെനി പീപ്പിൾ ക്യാൻ റിലേറ്റ് ദിസ്. അങ്ങനെ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാനും ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാറ്. ഇതെല്ലാവരുടെ ലൈഫിലും ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു ഫേസിൽ ഇത് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജനറേഷനിലുള്ള പിള്ളേർക്കാണെന്ന് തോന്നുന്നു ഇമാതിരി പ്രശ്നങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളത്. എനിക്കറിയില്ല, എൻ്റെ പേരൻസും എൻ്റെ പണ്ടത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങനെയുള്ളതൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം അവർക്കൊക്കെ ഇപ്പോഴും അവരുടെ 10th സ്റ്റാൻഡേർഡ് ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും അവരുടെ കോൺടാക്ട്സിലും ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഒരു ആൾക്കാരിൽ ഉള്ള ഒരാൾക്കാരാണ്. പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ദേ ഹാവ് ദെയർ കോൺടാക്ട് വിത്ത് ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഇത് ഇത്രയും ഇങ്ങനെ പല പല കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ഇടയിലും നമ്മുടെ കൂടെ ലൈക്ക് ടിൽ ദി എൻഡ് നിൽക്കും അല്ലെങ്കിൽ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അത് നമുക്ക് ദൈവം തരുന്നൊരു കാര്യമാണ്. ഒരുപാട് വിഷമം തരുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷിക്കാനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ദൈവം തരുന്നതാണ്. അത് ഉറപ്പാണ്. ലൈക്ക് കോയിനിൻ്റെ 2 സൈഡ് പോലെയാണ് ഹാപ്പിനെസ്സും സാഡ്നെസ്സും. അപ്പോൾ അതുപോലെ ഒരുപാട് വിഷമം തരുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയും കുറച്ച് ആൾക്കാർ നമുക്ക് ലൈഫിൽ എന്തായാലും കാണും. ലൈക്ക് എപ്പോഴും നമുക്ക് എവിടെ പോയാലും ഏത് സ്ഥലത്ത് എത്ര ഡിസ്റ്റൻസ് നമ്മളെ സെപ്പറേറ്റ് ചെയ്താലും ലൈക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നതിന് എടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ കാണുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണും. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും നമ്മളിതിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. എപ്പോഴും ഡോണ്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ ഡോണ്ട് എന്താ പറയുക ആൾക്കാരെ ഭയങ്കര സിൻസിയറായിട്ട് അവരിലേക്ക് എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാനോ ഒന്നും പോകരുത്. ബിക്കോസ് ദോസ് പീപ്പിൾ ഹു ഡു ദീസ് തിങ്സ് ഓർ ഹു ട്രസ്റ്റ് ദം എ ലോട്ട് ഓർ ഹു ലൈക്ക് ടേക്സ് ടു മച്ച് എഫേർട്ട് ഇൻ ടു സം വൺ, അവർ ഒരുപാട് ഹേർട്ടാവും. ലാസ്റ്റ് നല്ല രീതിക്ക് ഹേർട്ടാവും. പിന്നെ നമുക്കത് കുറച്ച് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ട്രോമ ഇൻസൈഡ് യു ആൻഡ് അത് ഇച്ചിരി നമുക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ അസ്.
സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ആരെയും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അത് നമ്പർ 1 കാര്യമാണ്. കാരണം എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചും നേരിട്ട് കണ്ടും പലരുടെ എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ദി മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് വൺസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ തരുന്നത്. സോ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ടു മച്ച്. അതിപ്പോൾ ആരായാലും. പിന്നെ ഒരുപാട് എഫേർട്ട് എടുക്കാനും കൂടുതൽ സിൻസിയർ ആവാനൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ദി ഓൺലി തിങ് ദാറ്റ് എവ്രിബഡി വാണ്ട്സ് ഇസ് ലൈക്ക് അവരവരുടേതായിട്ടുള്ള ലൈഫ്. എല്ലാവർക്കും അവരവരുടെ സ്വന്തം ലൈഫ്, സ്വന്തം കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ്. ആർക്കും മറ്റൊരാളല്ല, എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള സെൽഫാണ് ഏറ്റവും കൂടുതൽ അവർ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് നമ്മളെ തന്നെ ലൈക്ക് വി ഹാവ് ടു മേക്ക് അവർ സെൽസ് ലൈക്ക് സോ ബോൾഡ്. എന്ത് വന്നിരുന്നാലും ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ തിങ് എന്നുള്ള രീതിക്ക് ഫ്രേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഗൈസ്. അപ്പം അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വളരെ റാൻഡമായിട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ സ്പീക്ക് ഔട്ട് ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് വെരി റിലേറ്റബിൾ ടു സോ മെനി പീപ്പിൾ, ഐ എം ഷുവർ. ബിക്കോസ് അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫ്രണ്ട്സ് തന്നെ ഓരോരുത്തരെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ വേറൊരു ഘടകമാണ് ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ പല കുട്ടികളും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു ഫാക്ടറാണ് ഒരു കുറ്റം ചെയ്താതെ ഒരു കുറ്റങ്ങളും നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ബ്ലെയിം ചെയ്താൽ നമുക്കത് പ്രശ്നമില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ നമുക്ക് എപ്പോഴും ബ്ലെയിം കേൾക്കണം. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നല്ലതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും ഏറ്റവും കൂടുതൽ ബ്ലെയിമും ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുകളും ഒക്കെ കേൾക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്ത് നല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണവരോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ചെയ്യണവരൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും കേൾക്കാറില്ല. അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോകും. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ളവർക്ക് നല്ലതുണ്ടാവണമെന്ന് ചെയ്യുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലെയിം ഉണ്ടാവുന്നത്. അത് ഇറ്റ്സ് ആക്ച്വലി എ ട്രൂ റിയാലിറ്റി ഗൈസ്. ഇറ്റ്സ് എ ട്രൂ റിയാലിറ്റി. അതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല. ഗൈസ് ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എത്രയും നമ്മൾ നല്ലത് ചെയ്തിരുന്നാലും അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലെയിം കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലൊന്നും തളരാണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്നതിലാണ് ദ റിയൽ എന്താ പറയുക വാരിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നു, ഇതെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഐ എം വെരി ഹാപ്പി. ലൈക്ക് ഞാൻ ഇതെല്ലാം ലൈക്ക് ഒരു ചിൽ മോഡിൽ എടുത്ത് മുന്നോട്ട് വന്ന ഒരു പേഴ്സൺ കൂടിയാണ് ഞാൻ. ബിക്കോസ് അന്നത്തെ ടൈമിൽ കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നുവെങ്കിലും ബട്ട് നൗ ഐ എം ഹാപ്പി ദാറ്റ് ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദിസ് തിങ്സ് ടു യു ഗൈസ്. സോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമുക്ക് എങ്ങനെ നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിലായിരിക്കും നമ്മൾ ഹാപ്പി ആവണമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ജസ്റ്റ് ഫൈൻഡ് യുവർ ഓൺ ഹാപ്പിനെസ് ആൻഡ് ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ്. ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു. ലൈക്ക് ആരെയും നമ്മൾക്ക് നമ്മുടെ രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ റിലേറ്റ് ദിസ് തിങ്, സോ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സോ അടുത്ത ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വളരെ റാൻഡമായിട്ട് സംസാരിക്കാൻ തോന്നിയാൽ ഐ വിൽ ജസ്റ്റ് കം വിത്ത് another video. So that's it guys. So bye and thank you for watching. Until next time, this is Amrita Ravikumar signing off. Bye.